ഇന്ന് നമ്മുടെ പ്രേക്ഷകര് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയവുമാണ്. ഒരുപാട് വ്യക്തികൾ നമ്മളെ കാണാൻ വരുന്നവര് നമ്മളോട് അവരുടെ ബുദ്ധിമുട്ടുകളും പരാതികളൊക്കെ പറയുമ്പോഴും നമ്മൾ പ്രശ്നവശാലൊക്കെ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സർപ്പദോഷത്തിനെ പോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കുടുംബദേവത പ്രീതിക്കുറവ്. പലർക്കും അറിയില്ല എന്താണ് കുടുംബദേവത എന്നുള്ളതും എവിടെയാണ് അവർ കുടുംബദേവത എന്നുള്ളതൊന്നും ആർക്കും അറിയാതെ പോകുന്ന സാഹചര്യങ്ങളും അവര് കുടുംബദേവതയെ വേണ്ട രീതിയിലുള്ള പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ കുടുംബക്ഷേത്ര ദർശനം നടത്താതിരിക്കുകയോ കുടുംബദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ നമ്മൾ പ്രശ്നവശാൽ അത് കാണുകയും അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും സ്വാഭാവികമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് കുടുംബദേവത. കുടുംബദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പൂർവികരായിട്ടുള്ള വ്യക്തികള് പണ്ട് കാലങ്ങളിൽ കുടുംബങ്ങളിൽ വെച്ച് ആരാധിച്ചു പോന്നിരുന്ന ചില മൂർത്തികളുണ്ട്. അത് ഉഗ്രമൂർത്തികളോ മറ്റ് മൂർത്തികളൊക്കെ ആവാം, ചാത്തൻ പോലെയുള്ള മൂർത്തികളാവാം, അല്ലെങ്കിൽ ഭദ്രകാളി തുടങ്ങിയുള്ള മറ്റു മൂർത്തികളെ, മുത്തപ്പൻ, അങ്ങനെയുള്ള പല മൂർത്തികളെയും വീട്ടിൽ വെച്ച് ആരാധിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൂർവികരായ വ്യക്തികൾ കുടുംബങ്ങളിൽ വെച്ച് ആരാധിച്ചു പോന്നിരുന്ന ചില മൂർത്തികളെയാണ് കുടുംബദേവതകൾ എന്ന് നമ്മൾ പറയുന്നത്. അത് തലമുറകൾ കഴിഞ്ഞു വരുന്നതോറും കുടുംബങ്ങൾ ശിഥിലമാകുകയും ചെറിയ അണുകുടുംബങ്ങളായ സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും അവയെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി അവിടെ ഇരുത്തുകയും ചിലപ്പോൾ ആരാധിക്കപ്പെടാതെ പോവുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ വരും തലമുറകളിലേക്ക് ചിലപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല അത് എവിടെയാണ് അവരുടെ കുടുംബക്ഷേത്രങ്ങൾ കുടുംബദേവത ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ കുടുംബദേവതയെ പഴയ കാലങ്ങളിലെ പൂർവികർ നല്ല രീതിയിൽ ആരാധിച്ചു പോന്നിട്ടുണ്ടാവും. അതിന് വേണ്ട കാര്യങ്ങളും അതിന് വേണ്ട പൂജാവിധികളും പൂജാക്രമങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോവുകയും അതിന്റെ ഉയർച്ചകളും മറ്റും അവർക്ക് വളരെയധികം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുണ്ടാവും. അപ്പൊ അവരുടെ സന്തതി പരമ്പരകളോ അതിൽ പുതിയതായിട്ട് വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കോ അതിനോട് വലിയ താല്പര്യമില്ലാതെ വരികയും അതിന് ചില വ്യക്തികൾ അതിനെ കുടുംബക്ഷേത്രമായിട്ട് ഇരുത്തി ആരാധിച്ചു പോകുന്നുണ്ട്, മറ്റു ചിലര് അതിനെ അവഗണിച്ചു പോവുകയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും ഈ കുടുംബദേവതയുടെ പ്രീതിക്കുറവ് ഇല്ലാതെ വരുന്നതിന്റെ ഫലമായിട്ട് കുടുംബ ഐശ്വര്യം ക്ഷയിച്ചു പോകും. അത്രയും കാലം കാരണന്മാരാക്കി ഉണ്ടാക്കിയിരുന്ന ഐശ്വര്യങ്ങളൊക്കെ ക്ഷയിച്ചു പോവുകയും കുട്ടികളെല്ലാം വഴിയേറ്റി പോവുക, അല്ലെങ്കിൽ അർത്ഥങ്ങൾ ഉണ്ടാവുക, കുടുംബത്തില് പലതരത്തിലുള്ള ദുർമരണങ്ങൾ ഉണ്ടാവുക, ഈ പറഞ്ഞ മാതിരി ഉയർച്ചകളില്ലാതിരിക്കുക, സന്താനങ്ങളില്ലാതിരിക്കുക, പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെയധികം കൂടുതലായിട്ട് അനുഭവപ്പെടുകയും എന്ത് കാര്യത്തിനാണെങ്കിൽ തിരിച്ചാലും തടസ്സങ്ങളും ഒരു സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥയും കുടുംബം ഓരോ ദിവസം പോകുന്നതോറും താഴേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവും. അതിന്റെ പ്രധാന കാരണം കുടുംബദേവത പ്രീതിക്കുറവ് തന്നെയാണ്. കുടുംബദേവതയുടെ ഐശ്വര്യം കുടുംബത്തിലേക്ക് വരാത്തതായിരിക്കും അത്രയും കാരണം അവരുടെ പൂർവികന്മാർ നന്നായി ആരാധിച്ചു പോവുകയും പിന്നീട് വരുന്ന തലമുറകൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അനിഷ്ടത ഉണ്ടാവും. നമുക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് കുടുംബദേവതയാണ്. കുടുംബദേവത കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ദേശദേവതയുടെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ ആരാധനാദേവന്റെ അനുഗ്രഹം ഉണ്ടാവുക. അപ്പോൾ കുടുംബദേവത പ്രീതി ഇല്ലെങ്കിൽ തന്നെ ബാക്കി എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കതൊന്നും അനുഭവത്തിൽ വരികയില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബപ്രീതി വളരെ അനിവാര്യമാണ്. അപ്പൊ കുടുംബദേവതാ പ്രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആളുകള് നമുക്ക് പ്രശ്നവശാലും ജ്യോത്സ്യനെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയും അത് ഏത് ഭാഗത്താണെന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അവിടെ ചെന്നുകയും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഇന്ന വഴിപാടൊന്നുമില്ല, നമ്മളെ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വഴിപാടുകൾ അവിടെ നമ്മൾ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും അത്തരം കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് ഉണ്ടാവുകയും നമ്മുടെ വരും തലമുറകൾക്കും സന്താനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഗുണങ്ങൾ വളരെയധികം കിട്ടിക്കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞതനുസരിച്ചൊക്കെ ഒരുപാട് പോയി അനുഭവിച്ച് അതിന്റെ ഗുണങ്ങൾ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കാതെയൊക്കെ വരുമ്പോഴാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമുക്ക് വന്നു ചേരുകയും പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മൾ അത്തരം കുടുംബദേവതരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വേറെ എവിടെ പോയി പ്രാർത്ഥിച്ചാലും എത്ര വലിയ ക്ഷേത്രങ്ങളിലോ എത്ര മഹാക്ഷേത്രങ്ങളിലോ എത്ര വലിയ വലിയ അമ്പലങ്ങളിലോ ദൂരദേശത്തുള്ള അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചെങ്കിൽ പോലും അതിന്റെ ഗുണങ്ങൾ കിട്ടാതെ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കുടുംബദേവതയെ അവഗണിക്കുന്നതാണ്. കുടുംബദേവതയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ, സ്വന്തം അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ
നാട്ടിലുള്ള അമ്മമാർക്കൊക്കെ സഹായങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതൊരു അവസ്ഥയായിരിക്കും കുടുംബദേവതാ പ്രീതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്. കുടുംബദേവതാ പ്രീതി എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കാരണവന്മാരായ അച്ഛനമ്മമാരൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ വീട് വിട്ടു പോവുകയും നമ്മൾ അവിടെ തിരിഞ്ഞു നോക്കാത്തതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അവരുടെ മക്കള്, അതായത് ഈ മുത്തശ്ശനും മുത്തശ്ശിയുടെ ഒക്കെ പേരക്കുട്ടികൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ മുത്തശ്ശനും മുത്തശ്ശിക്ക് എത്രയോ സന്തോഷം ഉണ്ടാവുക. അതേ ഒരു അവസ്ഥയായിരിക്കും കുടുംബദേവതയുടെ അടുത്ത് നമ്മൾ പോവാതിരുന്നതിന് ശേഷം നമ്മുടെ പിന്തുടർക്കാർ ചെല്ലുമ്പോൾ ആ കുടുംബദേവതയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പൊ സർവ്വ ഐശ്വര്യങ്ങളും അവർ വാരിക്കൂടി കൊടുക്കുകയും ആ തലമുറയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുടുംബദേവത ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിച്ച് കിടക്കുന്ന കുടുംബദേവതകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട വഴിപാടുകൾ, ഇന്ന വഴിപാടൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമ്മൾക്ക് ഒരു കുപ്പി എണ്ണ കൊടുത്താലും അതൃപ്തിയായിരിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്ന വഴിപാടുകൾ നടത്തുകയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ്. അത് നമുക്ക് സകലവിധ ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാനും കുടുംബ അഭിവൃദ്ധിക്കും അത് കാരണമാകും. സർപ്പദോഷം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുടുംബദേവതാ പ്രീതിക്കുറവ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കുടുംബദേവതാ പ്രീതി ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ ആയിരിക്കും കുടുംബത്തിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും അത്തരം കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള പല അനിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ കുടുംബദേവതയെ പറ്റി ഒന്ന് ഓർക്കുക. അവിടെ പോകാറുണ്ടോ, അവിടെ വഴിപാട് കഴിക്കാറുണ്ടോ, അതിൽ തൃപ്തിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യന്റെ സഹായത്തോട് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പോയി വഴിപാടുകൾ കഴിക്കുകയൊക്കെ ചെയ്യുക. വലിയ വലിയ വഴിപാടുകളൊന്നും അവിടെ വേണ്ട. വളരെ കൊച്ചു വഴിപാടുകൾ മതിയാവും കുടുംബദേവതയെ